Hello, welcome back to our channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒന്നാണ് കേട്ടോ. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ കുറേ പേര് വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഗ്ലൂ ഒന്നുമില്ലാത്ത ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ പേജ് ആയാലും കുഴപ്പമില്ല, A4 ഷീറ്റ് ഉണ്ടെങ്കിൽ നല്ലത്. പിന്നെ സ്കെച്ച് പെന്നോ ക്രയോൺസോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കാണാതിരിക്കില്ലല്ലോ. അതുകൂടാതെ പിന്നെ നമ്മുടെ സ്കെയില്, പെൻസിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. പിന്നെ ഈ ഒരു സെല്ലോ ടേപ്പും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിലും മതി. അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായോ? നെയിം സ്ലിപ്പാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട തീമിൽ നമുക്ക് നെയിം സ്ലിപ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ A4 ഷീറ്റിൽ തന്നെ കുറച്ച് പിക്ചേഴ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പെൻസിൽ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് കളർ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ടാണ് ഓരോന്നും കളർ ചെയ്തെടുക്കുന്നത്. പിന്നെ ബോർഡറൊക്കെ വരയ്ക്കാനായിട്ട് സാധാരണ ഒരു ജെൽ പെന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബ്ലാക്ക് ജെൽ പെന്നാണ് യൂസ് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം കളർ പേപ്പറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കളർ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഡിസൈൻസൊക്കെ കളർ പേപ്പറിലും വെച്ച് നമുക്ക് ചെയ്യാം. ആ ഒരു പെൻസിലിൻ്റെ നമ്മൾ വരച്ചിട്ടുണ്ട് അതിൽ, അത് യെല്ലോ കളർ പേപ്പർ ആണെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് പിക്ചേഴ്സൊക്കെ എനിക്ക് അതിലേക്ക് അയച്ചു തരാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട തീമിൽ, ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ തീമിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി. നിങ്ങൾക്ക് ഇതേപോലെ നേരിട്ട് ഒട്ടിക്കണമെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കാം കേട്ടോ. നമ്മുടെ ബുക്കിൽ ഇതിൽ ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇനി അതല്ല, കുറച്ചും കൂടിയും ആ ഒരു സ്റ്റിക്കറിൻ്റെ ലുക്കൊക്കെ വരുന്നതിനാണ് നമ്മൾ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം ഇതിൽ നമ്മുടെ പേരും ഡിവിഷനും സബ്ജക്റ്റും എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം സെല്ലോ ടേപ്പ് ഒട്ടിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ സെല്ലോ ടേപ്പിൻ്റെ മുകളിൽ കൂടെ എഴുതാൻ പറ്റില്ലല്ലോ. എഴുതി കഴിഞ്ഞാൽ അതാകെ പരന്ന് നാശമായി പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാം എഴുതി കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കണം. അപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ഒരു ഡയറിയാണ് എടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ഇതേപോലെ മിനിസുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റോ എന്തെങ്കിലും എടുക്കുക. നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതുമൊന്ന് ഈസി ആയിട്ട് പറിച്ചെടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഞാനിവിടെ ഒരു ഡയറിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയാണ്. കുറച്ച് വീതിയുള്ള സെല്ലോ ടേപ്പാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കണം. അപ്പോൾ സ്റ്റിക്കർ ആദ്യം ഞാൻ വെച്ച് കൊടുത്തിട്ട് വീണ്ടും മുകളിൽ കൂടെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയാണ്. ഇനി ഇതല്ലാതെ വേറൊരു മാർഗം കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സെല്ലോ ടേപ്പ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റിക്കർ ഇതുപോലെ ഒട്ടിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എയർ ബബിൾസ് വരുന്നുള്ള ടെൻഷനൊന്നുമില്ല, കറക്റ്റായിട്ട് നമുക്കിത് ഒട്ടിക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പേരെല്ലാം എഴുതിന് ശേഷമായിരിക്കണം ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണമെങ്കിൽ ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇതുമെന്ന് ഓരോന്ന് പറിച്ചെടുത്തിട്ട് നമ്മുടെ ബുക്കുമഴ എവിടെയാണ് ഒട്ടിക്കേണ്ടത് അവിടെ ഒട്ടിക്കാം. അപ്പം നമ്മളിത് വെട്ടിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്റ്റിക്കറിൻ്റെ പുറത്തേക്ക് കുറച്ച് സെല്ലോ ടേപ്പ് ഇങ്ങനെ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് ഒട്ടിക്കാനായിട്ട് പറ്റില്ല. കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കണം പുറത്തേക്ക്. ആ ഒരു രീതിയിലായിരിക്കണം നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയുള്ളൂടെ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്രാഫ്റ്റാണ്. എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ടെങ്കിൽ പിക്ചേഴ്സ് എല്ലാം അയച്ചു തരണം. താഴെ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൽ അയച്ചു തന്നാൽ മതി കേട്ടോ. പിന്നെ ഇന്നും ഞാൻ കുറച്ച് ക്രാഫ്റ്റ് പിക്ചേഴ്സൊക്കെ ഇടുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് അയച്ച നല്ല ക്രാഫ്റ്റ് പിക്ചേഴ്സാണ്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ അയച്ചെന്നോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.